ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളോട് പറയാനാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു കസ്റ്റമർ വന്നിരുന്നു UK. എനിക്കത് പറയാതിരിക്കാൻ പറ്റണില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി ഓൺലൈനായിട്ട് ഇതേപോലെ വിസ കാര്യങ്ങൾ അപ്ലൈ ചെയ്തതാണ്. പുള്ളി ഇപ്പോൾ വന്നിട്ട് നമ്മളോട് പറഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ചതി പറ്റി എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഓൺലൈൻ സ്കാമേഴ്സ്. പുള്ളി ഇതേപോലെ ഓൺലൈനിൽ ചെയ്തു. പുള്ളിൻ്റെ ഒരു വിസ എമൗണ്ട് മാത്രമല്ല പോയി, അക്കൗണ്ടിലെ ഫുൾ എമൗണ്ടാണ് പോയത്. കാരണം നമുക്ക് എന്താ പറയുന്ന ഒരു ഡൊമൈൻ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആർക്കും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്കാമേഴ്സ് കളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ ചതിയിലൊന്നും പെടല്. നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. ഇപ്പോൾ ഇതാ UK gov.uk അല്ലെങ്കിൽ ഇപ്പോൾ Canada.ca എന്നൊക്കെ ലാസ്റ്റിൽ വരുന്നത്, അതുവരെ അവർ കോപ്പി ചെയ്തിട്ടുണ്ടാകും. പിന്നെ ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഇവരെ സ്കാമേഴ്സിൻ്റെ വെബ്സൈറ്റ് കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൂടുതലാവും. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് പെർഫെക്റ്റ് ആവില്ല. പിന്നെ അതേപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റിൻ്റെ ആഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല, ഒരു ആഡ് കാര്യങ്ങൾ വരില്ല, നിങ്ങൾക്ക് ഇത്ര എമൗണ്ടിൽ ഇത്ര ഫാസ്റ്റായിട്ട് അങ്ങനെ അതിലൊന്ന് പോയി രജിസ്റ്റർ ചെയ്യാതിരിക്കുക. അപ്പം അതിന്നൊക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ഏജൻ്റായിട്ട് ബന്ധപ്പെടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്ലോബൽ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടിനും നമുക്ക് കോൺടാക്ട് ചെയ്തു. ഞാനിതൊരു ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ വീഡിയോ അല്ല, സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആവുന്നതാണ്. എനിവേ, താങ്ക് യു.